പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ ഹൈവേ നിർമ്മാണത്തിനായി പുഴയിൽ നിന്ന് മണലെടുക്കുന്നത് അശാസ്ത്രീയമെന്ന് പരാതി. വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. 8-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കളിസ്ഥലത്തിനോടടുത്തുള്ള പ്രദേശമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചത്. തൃശൂർ ജില്ലാ കളക്ടറും ഇറിഗേഷൻ വകുപ്പും ഹൈവേ കരാറുകാരായ ശിവാലയ കമ്പനിയും ചേർന്നാണ് പുഴയിൽ നിന്ന് മണലെടുക്കുന്നതിന് കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ എടുക്കുന്ന മണൽ താൽക്കാലികമായി ശേഖരിക്കാനുള്ള സ്ഥലം പഞ്ചായത്ത് നൽകുകയും അതിന് വാടക നൽകുകയും വേണം. എന്നാൽ മണലെടുക്കുന്നത് ഒരു പ്രദേശത്തു നിന്ന് മാത്രമായതിനാൽ പുഴയുടെ ഒഴുക്ക് നഷ്ടപ്പെടാനും ഇത്തരം ഗർത്തങ്ങളിൽപ്പെട്ട് അപകടം സംഭവിക്കാനും സാധ്യത കൂടുതലാണെന്ന് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതായി പ്രസിഡന്റ് പറഞ്ഞു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും അടുത്ത ഭരണസമിതി യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വയ്ക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമെന്നും അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് ആന്റോ ലിജോ, വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, അംഗങ്ങളായ ഉമർ സലിം, KC ഖാദർമോൻ, ജിൽസ് പാവറട്ടി, ഹബീബ് പോക്കാക്കില്ലത്ത്, അബിനി ശശി, ധന്യ സുബിൽ, സുഹറാബി ഹമീദ്, ലിഷ, എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് അതിൽ കരാറിൽ ഭാഗമല്ല. പഞ്ചായത്ത് ആ ചെളി ഇവിടെ മണ്ണ് ഇടാനുള്ള സ്ഥലം മാത്രം അതിന് ചെറിയ വാടകയും തരുന്നുണ്ട്. ഇതിപ്പോൾ നടക്കുന്നത് വ്യാപകമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച് മണ്ണിലെടുത്ത് അവിടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയാണ്. അത് നമ്മുടെ പരിസ്ഥിതിക്ക് എല്ലാം ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് അടിയന്തരമായി നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം കളക്ടർക്ക് നിവേദനം നൽകി ഈ കരാറിൽ പറഞ്ഞ രീതിയിൽ 4 മീറ്റർ താഴ്ചയിൽ പരന്ന രീതിയിൽ മണലെടുക്കുന്ന രീതിയിലേക്ക് ആക്കണം. ആ കരാർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരു സമിതി